സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഗോതമ്പ് മാവും തേങ്ങയും കൊണ്ടുള്ള ഒരു ഐറ്റമാണത്. നിങ്ങളത് ഉണ്ടാക്കിയിട്ടുണ്ടോ കഴിച്ചിട്ടുണ്ടോ എന്നുള്ളത് പറയണേ. അത് ഗോതമ്പ് ദോശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് മാവിൽ തേങ്ങ ഇടത്തില്ലല്ലോ. ഇതിപ്പോൾ ഞങ്ങൾക്ക് അവനവന് ആവശ്യമുള്ള മാവ് എടുക്കുക. ഇതിപ്പോൾ ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു മുറി തേങ്ങയും പിന്നെ കുറച്ചുകൂടി എടുത്തിട്ടുണ്ട്. ഇപ്പം കഷണമൊന്നും കിടക്കാതിരിക്കുന്നതാണ് നല്ലത്. കടിക്കുമ്പോൾ അത് ബുദ്ധിമുട്ടാവും. അതൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് കളയുക. ഇതിൽ കുറച്ച് ഉപ്പ്, കാരണം മധുരം കൂട്ടി കഴിക്കുന്നതാണെങ്കിൽ ഉപ്പ് കൂടിപ്പോയാൽ പ്രശ്നമാവും. അതിലേക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ച് കലക്കുമ്പോൾ ദോശമാവിൻ്റെ അത്രയും കട്ടി വരണ്ട. ഒരുപാട് ലൂസാവരുത്. ലൂസായി കഴിഞ്ഞാൽ ചട്ടിയിൽ ഒഴിക്കുമ്പോൾ അത് പരന്നൊലിച്ചങ്ങ് പോകത്തതേ ഉള്ളൂ. അപ്പോൾ ആ കണക്കിനുള്ളത് അറിയാമല്ലോ, അത് കലക്കി അതങ്ങനെ എടുത്താൽ മതി. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക. ഇത് ഞാൻ ഈ ബൗളിന് തന്നെ ഇത് നൂഡിൽസ് വാങ്ങിച്ചപ്പം കിട്ടിയ ബൗളാട്ടോ അത്. ഈ ബൗളിനൊരു മൂന്ന് ബൗൾ കൂടുതൽ ഒഴിച്ചിട്ടുണ്ട്. ഇത് കട്ട ആവത്തില്ല. കട്ട ഉടച്ചെടുക്കാൻ നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ ചെയ്തെടുക്കാൻ പറ്റും. കാരണം തേങ്ങ ഉള്ളതല്ലേ. തേങ്ങ ഉള്ളത് തന്നെ അധികം കട്ട അങ്ങോട്ട് ആവത്തില്ല. നമുക്ക് നന്നായിട്ട് തന്നെ കലക്കിയെടുക്കാനായിട്ട് പറ്റും. എന്നിട്ടത് ചുട്ടെടുക്കുക. അത് എനിക്ക് ഇഷ്ടം നെയ്യും പഞ്ചസാരയും ഒക്കെ ഇട്ട് കഴിക്കാനാണ് ഇഷ്ടം. ഞാനിപ്പോൾ ഇവിടെ നെയ്യൊന്നും ഒഴിച്ചില്ല. പിന്നെ കറിയാണെങ്കിൽ ഞാൻ എല്ലാ കറിയേക്കാളും ഞാൻ കഴിച്ചിട്ടുള്ളത് കൂടുതലും ഉള്ളിത്തീയലാണ്. നമ്മൾ അല്ലെങ്കിൽ തേങ്ങയൊക്കെ വറുത്ത് പച്ചക്കറികളൊക്കെ ഇട്ട് വഴുതനങ്ങ വെണ്ടയ്ക്ക അങ്ങനെയൊക്കെ ഇട്ട് വെക്കത്തില്ലേ, അങ്ങനെയൊക്കെ ഇട്ടിട്ട് കറി വയ്ക്കത്തില്ലേ, അങ്ങനെ അത് കഴിച്ചിട്ടുണ്ട്. അല്ലാതെ ഈ ഉള്ളിത്തീയൽ അങ്ങനെയൊക്കെ കഴിക്കാനൊക്കെ ഇഷ്ടം. എനിക്ക് കൂടുതലിഷ്ടം മധുരമൊക്കെ ഇട്ട് പഞ്ചസാര ഇട്ട് കഴിക്കാനാണ് ഇഷ്ടം. ചൂടോടെ പഞ്ചസാര ഇടുമ്പോൾ അതിന് പ്രത്യേക ടേസ്റ്റാണ്. ഇത് രാവിലത്തെ ആഹാരമായിട്ടോ അല്ലെങ്കിൽ വൈകുന്നേരം നമ്മൾ വെറുതെ 4-5 മണിക്കൊക്കെ ഇരിക്കുന്ന സമയത്ത് അങ്ങനെ കഴിക്കാനോ ഒക്കെയാണ് കൊള്ളാം. രാത്രിയിൽ കഴിക്കാനും കുഴപ്പമില്ല. ഇത് മെലിഞ്ഞിരിക്കുന്നവർക്കൊക്കെ കനക്കണമെന്നുണ്ടെങ്കിൽ തേങ്ങയല്ലേ നല്ലതാണ്. തേങ്ങ കുറച്ച് കനക്കും. എനിക്ക് അനുഭവമുണ്ട്. ഒരു പ്രത്യേക ടേസ്റ്റ്. തേങ്ങ കൂടുതലിടുന്നത് നല്ലതാട്ടോ. അങ്ങനെ അതാണ് നല്ല ടേസ്റ്റ് വരുന്നത്. നിങ്ങളത് ഉണ്ടാക്കി നോക്കണം. ഇതിൻ്റെ പേര് പറഞ്ഞാൽ ഗോതമ്പ് ദോശ എന്ന് പറയാൻ പറ്റുമോ? ഗോതമ്പ് ദോശ എന്ന് പറഞ്ഞാൽ മാവിൽ വെള്ളം ഒഴിച്ച് കലക്കി എടുത്ത് ചുടുന്നതാണ് ഗോതമ്പ് ദോശ. ഇതിപ്പോൾ തേങ്ങയുണ്ട്. തേങ്ങാ ദോശ എന്ന് പറയാൻ പറ്റുമോ? അതെനിക്കറിയത്തില്ല. എൻ്റെ പേരൊന്നും എടുത്ത് ചോദിക്കരുത്. പേരെനിക്കറിയത്തില്ല. ഒരുപാട് ഐറ്റംസിൻ്റെ പേരെനിക്ക് അറിയാതെ ഉണ്ട്. കാരണം നമ്മൾ കഴിക്കും, എവിടെയെങ്കിലും പോകുന്നു, നമ്മൾ വീട്ടിലുണ്ടാക്കും, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകുമ്പം കഴിക്കുന്നതുണ്ട്, വീട്ടിൽ ഓരോരുത്തരും ഉണ്ടാക്കിക്കൊണ്ട് തരുന്നതുണ്ട്. ഇതിൻ്റെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. എല്ലാ ഐറ്റംസും കഴിച്ചിട്ടുണ്ട്. ഒരുവിധം ഉള്ളതൊക്കെ കഴിച്ചിട്ടുണ്ട്. നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്, കഴിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും പേര് ചോദിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടിപ്പോവും. ഇതപ്പം ദോശയെന്ന് പറയാം. ദോശയാണ്. എന്താ ഗോതമ്പ് ദോശ എന്ന് പറയാം. തേങ്ങാ ദോശയെന്നോ എനിക്കറിയില്ല. എന്താ നിങ്ങൾക്കറിയാമെങ്കിൽ പറഞ്ഞു തരണം. അപ്പോൾ നിങ്ങളതൊന്ന് ഉണ്ടാക്കി നോക്കുക. അത്രയും ടേസ്റ്റാണ് കേട്ടോ. നല്ല ടേസ്റ്റ്. ആ ചൂടോടുകൂടി തന്നെ കഴിച്ചാൽ അത്രയും നല്ലത്. ഞാനിതപ്പം അത് ചുട്ടുകൊണ്ടിരിക്കുന്നത് കുറേ ചുട്ടിട്ട് അത് ബാക്കി അടുപ്പിൽ ചട്ടിയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാനത് കഴിക്കുകയാണ്. ഞാനിപ്പോൾ നെയ്യൊന്നും ഒഴിച്ചില്ല, പഞ്ചസാര ഇട്ടാണ് കഴിക്കുന്നത്. നെയ്യ് ഒഴിച്ചാൽ കുറച്ചുകൂടി ടേസ്റ്റ് വരും. പഞ്ചസാര ഇട്ടാൽ നെയ്യില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാനത് കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ ചുടുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ കഴിക്കുന്നുമുണ്ട്. കഴിച്ചുകൊണ്ടേയിരിക്കും. നമുക്കിത് എത്ര കഴിച്ചാലും മതി അറിയത്തില്ല. നമ്മൾ കഴിച്ചുകൊണ്ടേയിരിക്കും. വായിലിട്ടങ്ങ് അലിഞ്ഞു പോകുന്ന രീതിയിൽ അങ്ങനെ ഇരിക്കുന്നത്. നല്ല ടേസ്റ്റല്ലേ മാവും തേങ്ങയുടെ ടേസ്റ്റ്. ഞാനത് കഴിച്ചുകൊണ്ടിരിക്കുക. ഒന്ന് കഴിച്ചെന്ന് കാണിച്ചിട്ട് നിർത്താൻ നേരിട്ട് പിന്നെയും കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴത്തേന് ഇത് അടുപ്പിൽ വേറെ കോരി ഒഴിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അത് ചുടുന്നുണ്ട്, മറിച്ചിടുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. കഴിച്ച് തീരുന്നില്ല. കഴിക്കും, അവിടെ നിർത്താനേ തോന്നുന്നില്ല. കഴിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് കൊണ്ട് അടുത്ത ആ ദോശ എടുത്ത് അടുത്ത വേറെ കോരി ഒഴിച്ചു കൊടുത്ത് ഈ കുറച്ചുകൂടെ ഉള്ളൂ. അത്രയ്ക്കും ടേസ്റ്റായിട്ട് എത്ര കഴിക്കണം. നമ്മൾ 2-3 കഴിച്ചാൽ പോരാ. നമ്മൾ എത്ര വേണമെങ്കിലും കഴിച്ചു പോവും. അത്രയും ടേസ്റ്റ് ഉണ്ട് ഇതിന്. അപ്പം നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നിങ്ങളപ്പം ഇത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പറയണ്ടല്ലോ അല്ലേ. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. ഞാനെന്നിട്ട് അത് കഴിച്ച് തീർന്ന് അടുത്തതും കഴിക്കുക. അപ്പോൾ ഞാനിത് കഴിച്ചോട്ടെ, നിങ്ങൾ പോയി ഉണ്ടാക്കിക്കോ.